മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും സങ്കീർണമായൊരു തലമാണ് മറ്റൊരാൾക്ക് നമ്മളോടുള്ള താല്പര്യം തിരിച്ചറിയുക എന്നത്. പലപ്പോഴും വാക്കുകളാൽ പറയാത്ത കാര്യങ്ങൾ ഒരാളുടെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഒളിച്ചിരിപ്പുണ്ടാകും. ഒരു വ്യക്തിക്ക് നിങ്ങളോട് വെറും സൗഹൃദമാണോ അതോ അതിലുപരിയായ വൈകാരികമായ ബന്ധമാണോ ഉള്ളതെന്ന് തിരിച്ചറിയാൻ മനഃശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ പല ലക്ഷണങ്ങളും പുറത്തുവിടാറുണ്ട്. അത്തരത്തിൽ ഒരാൾക്ക് നിങ്ങളോട് അതിയായ താല്പര്യമുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന 10 പ്രധാന മനഃശാസ്ത്ര ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രത്യേക വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കാണുന്നത് എന്ന് കൃത്യമായി വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിൻ്റെ ഈ നിഗൂഢമായ രഹസ്യങ്ങളിലേക്ക് നമുക്കിറങ്ങിച്ചെല്ലാം. ഒന്നാമത്തെ ലക്ഷണം മിററിംഗ്. മനഃശാസ്ത്രത്തിലെ ഏറ്റവും കൗതുകകരമായ പ്രതിഭാസങ്ങളിലൊന്നാണ് മിററിംഗ്. ഒരാൾക്ക് നിങ്ങളോട് മാനസികമായി വലിയ അടുപ്പവും ആദരവും തോന്നുമ്പോൾ അവർ അറിയാതെ തന്നെ നിങ്ങളുടെ ശരീരഭാഷയോ സംസാരിക്കുന്ന രീതിയോ അനുകരിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ സംസാരിക്കുമ്പോൾ കൈകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുകയാണെങ്കിൽ അല്പസമയത്തിനകം അവരും അതേ രീതിയിൽ കൈകൾ ചലിപ്പിക്കുന്നത് കാണാം. ഇത് അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളുമായി ഒരു വൈകാരിക ഐക്യം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ്. നിങ്ങളോടുള്ള വിശ്വാസവും സ്നേഹവും പ്രകടിപ്പിക്കാൻ മനസ്സ് കണ്ടെത്തുന്ന ഏറ്റവും ലളിതമായ വഴിയാണിത്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവരും അതുപോലെ വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളിലാണെന്ന് മനസ്സിലാക്കാം. ഇത് കേവലം കോപ്പിയടിക്കലല്ല, മറിച്ച് നിങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള തലച്ചോറിലെ മിറർ ന്യൂറോണുകളുടെ പ്രവർത്തനമാണ്. ഈ ലക്ഷണം ഒരാളിൽ നിങ്ങൾ ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുമായി വലിയൊരു ആത്മബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തെ ലക്ഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്. ഒരു വലിയ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പലരും ഒത്തുചേരുന്ന ഒരിടത്ത് എല്ലാവരും സംസാരിക്കുമ്പോഴും ആ വ്യക്തിയുടെ ശ്രദ്ധ എപ്പോഴും നിങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലോ വ്യക്തികളിലോ മാത്രമേ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാറുള്ളൂ. ഒരു തമാശ കേട്ട് എല്ലാവരും ഒരുമിച്ച് ചിരിക്കുന്ന നിമിഷം ആ വ്യക്തി ആദ്യം നിങ്ങളുടെ മുഖത്തേക്കാണോ നോക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. തൻ്റെ സന്തോഷം ആദ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അവരുടെ ഉപബോധ മനസ്സിൻ്റെ വെമ്പലാണ് ഇവിടെ വെളിവാകുന്നത്. മറ്റാരൊക്കെ ചുറ്റുമുണ്ടെങ്കിലും അവരുടെ ലോകം നിങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായ സൂചനയാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഫോൺ നോക്കുകയോ മറ്റുള്ളവ ശ്രദ്ധിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള വലിയ ബഹുമാനവും താല്പര്യവുമാണ് കാണിക്കുന്നത്. അവരുടെ ഈ സെലക്റ്റീവ് അറ്റൻഷൻ നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എത്രത്തോളം പ്രധാനമാണ് എന്ന് വിളിച്ചു പറയുന്നു. മൂന്നാമത്തെ ലക്ഷണം ശരീരത്തിൻ്റെ ദിശയാണ്. വാക്കുകളേക്കാൾ കൂടുതൽ സത്യം പറയുന്നത് ഒരാളുടെ ശരീരത്തിൻ്റെ ദിശയാണ്, പ്രത്യേകിച്ച് അവരുടെ പാദങ്ങൾ. ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ പാദങ്ങൾ നിങ്ങളുടെ നേരെയാണോ അതോ വാതിലിൻ്റെ ദിശയിലേക്കാണോ എന്ന് ശ്രദ്ധിക്കുക. മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് നമ്മൾ താല്പര്യമുള്ള വ്യക്തിയുടെ അടുത്തേക്ക് ശരീരം തിരിക്കാൻ എപ്പോഴും ശ്രമിക്കുമെന്നാണ്. അവർ മറ്റൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും പാദങ്ങൾ നിങ്ങളുടെ നേരെയാണ് എങ്കിൽ അവരുടെ യഥാർത്ഥ ശ്രദ്ധ നിങ്ങളിലാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തിരക്കുള്ള ഒരിടത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ അല്പം മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുക്കാനുള്ള അവരുടെ ആഗ്രഹത്തെയാണത് സൂചിപ്പിക്കുന്നത്. ശാരീരികമായ ഈ അടുപ്പം വൈകാരികമായ അടുപ്പത്തിൻ്റെ ആദ്യപടിയാണ്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവർ സാവധാനം കടന്നു വരാൻ ശ്രമിക്കുന്നത് നിങ്ങളെ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നാലാമത്തെ ലക്ഷണം അറിയാതെയുള്ള സ്പർശനങ്ങളാണ്. മറ്റൊരാൾക്ക് നിങ്ങളോട് എത്രത്തോളം കംഫർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവരുടെ സ്പർശനങ്ങളെ നിരീക്ഷിച്ചാൽ മതിയാകും. സംസാരിക്കുന്നതിനിടയിൽ സ്വാഭാവികമായ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ ചെറുതായി തട്ടുകയോ അല്ലെങ്കിൽ വസ്ത്രത്തിലെ ഒരു നൂലെടുത്ത് മാറ്റുകയോ ചെയ്യുന്നത് അവർക്ക് നിങ്ങളോടുള്ള അടുപ്പത്തെയാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരോടും ഇത്തരത്തിൽ പെരുമാറാത്ത ഒരാൾ നിങ്ങളോട് മാത്രം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളോടുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിനായുള്ള അവരുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഇത്തരം ചെറിയ സ്പർശനങ്ങൾ പോലും വലിയൊരു സ്നേഹത്തിൻ്റെ പ്രകടനമാകാം. അവരോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക സുരക്ഷിതത്വം തോന്നുന്നുണ്ടെങ്കിൽ
അവർക്ക് നിങ്ങളോട് അതേ താല്പര്യമുണ്ട് എന്ന് കരുതാം. ശരീരത്തിലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുമ്പോഴാണ് ഇത്തരത്തിൽ സ്പർശിക്കാനുള്ള താല്പര്യമുണ്ടാകുന്നത്. അഞ്ചാമത്തെ ലക്ഷണം പെരുമാറ്റത്തിലെ മാറ്റങ്ങളാണ്. മറ്റുള്ളവരോട് വളരെ ലളിതമായും സ്വാഭാവികമായും പെരുമാറുന്ന ഒരാൾ നിങ്ങളോട് മാത്രം അല്പം പരിഭ്രമത്തോടെയോ അല്ലെങ്കിൽ അമിതമായ ആവേശത്തോടെയോ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധേയമാണ്. നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവരുടെ സ്വാഭാവികമായ പെരുമാറ്റത്തിൽ ഇത്തരം മാറ്റങ്ങൾ വരുന്നത്. മനഃശാസ്ത്രം ഇതിനെ പെർഫോമൻസ് ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ മികച്ചവരാകാനുള്ള ശ്രമം. നിങ്ങളെ കാണുമ്പോൾ അവരുടെ സംസാരത്തിൽ പതർച്ചയോ അല്ലെങ്കിൽ അമിതമായ സന്തോഷമോ പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ സൂചനയാകാം. ഓരോ നിമിഷവും നിങ്ങൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർ ആകുലപ്പെടുന്നുണ്ടാകും. ഈ പെരുമാറ്റ വൈരുദ്ധ്യം നിങ്ങളോടുള്ള അവരുടെ പ്രത്യേക താല്പര്യത്തിന്റെ ഫലമാണ്. നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഗാംഭീര്യം കൂടുകയോ അല്ലെങ്കിൽ കുട്ടിക്കളികൾ കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാണ്. ആറാമത്തെ ലക്ഷണം വ്യക്തിപരമായ അന്വേഷണങ്ങളാണ്. ഒരാൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുട്ടിക്കാലം, ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ സങ്കടങ്ങൾ പോലും അവർ ശ്രദ്ധയോടെ ചോദിച്ചറിയും. വെറുമൊരു കൗതുകം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗവും മനസ്സിലാക്കി നിങ്ങളുമായി കൂടുതൽ അടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ വളരെ താല്പര്യത്തോടെ കേൾക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. നിങ്ങളെക്കുറിച്ചുള്ള ഓരോ പുതിയ വിവരവും അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. വാക്കുകളിലൂടെയുള്ള ഈ അന്വേഷണം നിങ്ങളോടുള്ള അവരുടെ ആഴത്തിലുള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ ഇടയ്ക്ക് തടസ്സപ്പെടുത്താതെ പൂർണ്ണമായും കേൾക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രത്തോളം പ്രധാനമുള്ളവരാണ് എന്നാണ് അതിനർത്ഥം. ഏഴാമത്തെ ലക്ഷണം പുഞ്ചിരിയുടെ വശ്യതയാണ്. നിങ്ങളെ കാണുമ്പോൾ ഒരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി അവരുടെ മനസ്സിന്റെ പ്രതിഫലനമാണ്. അത് കേവലം ഒരൗപചാരികമായ ചിരിയല്ല, മറിച്ച് അവരുടെ കണ്ണുകളിൽ വരെ തിളക്കം നൽകുന്ന യഥാർത്ഥ സന്തോഷമാണത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണുമ്പോൾ തലച്ചോറിൽ ഡോപാമൈൻ പോലുള്ള ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് മുഖപേശികളിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ വരുത്തുകയും കണ്ണുകൾക്ക് ചുറ്റും ചെറിയ ചുളിവുകൾ ഉണ്ടാക്കുന്ന യഥാർത്ഥ ചിരി സമ്മാനിക്കുകയും ചെയ്യും. മറ്റാരെ കാണുമ്പോഴുള്ളതിനേക്കാൾ വലിയൊരു സന്തോഷം നിങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ അടയാളമാണ്. ആ ചിരി നിങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ അവർ എത്രത്തോളം ആസ്വദിക്കുന്നു എന്ന് തെളിയിക്കുന്നു. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ മുഖത്തെപ്പോഴും ഒരു വിടർന്ന ചിരി നിലനിൽക്കുന്നത് അവരുടെ കംഫർട്ട് ലെവലിനെ സൂചിപ്പിക്കുന്നു. എട്ടാമത്തെ ലക്ഷണം സമയം കണ്ടെത്താനുള്ള ശ്രമമാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം ഒരാളുടെ സമയമാണ്. അത് നിങ്ങൾക്കായി അവർ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. എത്ര വലിയ തിരക്കിലാണെങ്കിൽ പോലും നിങ്ങൾക്കായി ഒരു നിമിഷം കണ്ടെത്താൻ അവർ എപ്പോഴും ശ്രമിക്കും. മറ്റുള്ളവരോട് തിരക്കാണെന്ന് പറയുന്നവർ പോലും നിങ്ങളുടെ ഒരു കോളിനോ മെസ്സേജിനോ മറുപടി നൽകാൻ സമയം കണ്ടെത്തും. നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന സമയം അവർക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒന്നായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാനും നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമയം മാറ്റിവെക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഒരാളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കിയാൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം മനസ്സിലാക്കാം. ദൂരങ്ങൾ താണ്ടിയും നിങ്ങളെ കാണാൻ അവർ എത്തുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ വ്യക്തമായ അടയാളമാണ്. ഒൻപതാമത്തെ ലക്ഷണം മൈക്രോ മെമ്മറി അഥവാ സൂക്ഷ്മമായ ഓർമ്മയാണ്. നിങ്ങൾ എപ്പോഴും അശ്രദ്ധമായി പറഞ്ഞുപോയ വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കാണരുത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം, പണ്ട് നടന്നൊരു ചെറിയ സംഭവം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ വിടുന്ന ഇത്തരം കാര്യങ്ങൾ അവർ ഓർക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അത്രമേൽ ശ്രദ്ധയോടെ അവർ കേൾക്കുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യവും അവരുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ഓർത്തെടുത്ത് അവർ നിങ്ങളെ അത്ഭുതപ്പെടുത്താറുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള തീവ്രമായ ശ്രദ്ധയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്ന് ഇത് വ്യക്തമാക്കുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വരെ അവർക്ക് ഓർമ്മയുണ്ടാകും. 10ാമത്തെ ലക്ഷണം റെസ്പോൺസ് റേറ്റ് അഥവാ പെട്ടെന്നുള്ള മറുപടിയാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഒരാളുടെ താല്പര്യം അളക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ വഴിയാണിത്. നിങ്ങളുടെ മെസ്സേജുകൾക്കോ കോളുകൾക്കോ അവർ നൽകുന്ന മറുപടിയുടെ വേഗത ശ്രദ്ധിക്കുക. ഒരു മെസ്സേജ് അയച്ചാൽ ഉടൻ തന്നെ മറുപടി വരികയോ അല്ലെങ്കിൽ തിരക്കിലാണെങ്കിൽ പോലും അല്പസമയത്തിനകം തിരിച്ചു വിളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രമേൽ സ്പെഷ്യലാണ്. മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കുകയില്ല. മറുപടി നൽകാൻ വൈകിയാൽ പോലും അതിന് വ്യക്തമായ കാരണം അവർ നിങ്ങളോട് പറയും. നിങ്ങളുടെ സംഭാഷണങ്ങൾ അവസാനിക്കാതെ നീണ്ടുപോകാൻ അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ഡിജിറ്റൽ ലോകത്തും നിങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനമുണ്ടെങ്കിൽ അവരുടെ മനസ്സിലും നിങ്ങൾക്കായി ഒരിടമുണ്ട്. രാത്രി വൈകിയാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അവർ താല്പര്യം കാണിക്കുന്നത് അവരുടെ വൈകാരിക അടുപ്പത്തെ കാണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ 10 ലക്ഷണങ്ങളും ഒരാളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായി ഒരു പ്രത്യേകം ഇടമുണ്ട് എന്ന് ഉറപ്പിക്കാം. പ്രണയം എന്നത് വാക്കുകളാൽ പറയുന്നതിനേക്കാൾ മനോഹരമായി പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രത്യേക വ്യക്തിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. മനഃശാസ്ത്രം പറയുന്ന ഈ സൂചനകൾ വെറും ഒരു വശമാണ്. ഓരോ വ്യക്തിയുടെയും പെരുമാറ്റ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. എങ്കിലും ഇത്തരം സൂചനകൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.